Hi everyone, welcome to Priya's Maths World. Plus 1 improvement examination തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഈ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ മൂന്നാമത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കിയ മൂന്നാമത്തെ വീഡിയോ ആണിത്, എപ്പിസോഡാണിത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമേ ഞാൻ 2 വീഡിയോസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു, സെറ്റ്സ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് കാണുവാൻ. കാരണം അതിന്റെ സെറ്റ്സിന്റെ കണ്ടിന്യൂഷൻ റിലേഷൻസ്, അപ്പോൾ അതുകൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യമേ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണ്? Cartesian product of two sets A and B is the set of all ordered pairs of elements of A to the elements of B. അല്ലേ, എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റിന്റെ ഓർഡേഡ് പെയർസിന്റെ സെറ്റിന് പറയുന്ന പേരാണ് ക്രോസ് പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് എയിലെ എലമെന്റ്സിനെ ബിയിലെ എലമെന്റ്സിനെ അർത്ഥമാക്കി നമുക്ക് എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറ്റും, എത്ര എലിമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇഫ് എ സെറ്റ് കൺസിസ്റ്റ് ഓഫ് m elements and another set consists of n elements, then the total number of elements in the cross product എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? m into n ആയിരിക്കും. അല്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഓർഡേഡ് പെയർസ്, 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിന്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലിമെന്റ്സും സെക്കൻഡ് എലിമെന്റ്സും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിനുശേഷം ഇനി ഒരു റിലേഷൻ. വാട്ട് ഈസ് എ റിലേഷൻ? എ റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി എന്താണ്? ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിലെ ഈ ഓർഡർ പെയർസിന്റെ സെറ്റ് ആണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഈ സബ്സെറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ ഒന്നാമത്തെ എലിമെന്റ്, അതായത് ഓർഡർ പെയറിലെ ഫസ്റ്റ് എലിമെന്റ് സെക്കൻഡ് എലിമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ക്യാൻ ബി ഫോംഡ് ഫ്രം എ സെറ്റ് എ ഹാവിംഗ് m elements ടു എ സെറ്റ് ബി ഹാവിംഗ് n elements എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള നമുക്ക് ഉണ്ടാക്കുന്ന റിലേഷൻസിന്റെ എണ്ണം. എയിൽ m elementsഉം അല്ലെങ്കിൽ ബിയില് n elementsഉം ഉണ്ടെങ്കിൽ 2n റിലേഷൻസ് ഉണ്ടാക്കാം. അതായത് സബ്സെറ്റ്സ് ആണല്ലോ അല്ലെ, റിലേഷൻ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും. ആ സബ്സെറ്റ്സില് ഒരു സബ്സെറ്റ് നൾ സെറ്റ് ആയിരിക്കും, ഒരു സബ്സെറ്റ് തന്നിരിക്കുന്ന ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ആണ്, എ ബി ആണെങ്കിൽ എ ക്രോസ് ബി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാരണം ഇനി ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Let A is equal to set 1, 2, 3, 4, etc. up to 14. R is a relation on A defined by R is equal to set ordered pair xy such that 3x minus y equals 0, x, y belongs to A. First question A. Write R in roster form. B. Find the domain and range. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൊമൈൻ, ഒരു റിലേഷന്റെ ഡൊമൈൻ റേഞ്ച് എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്ന ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ്സിന്റെ സെറ്റ് ആണ്. റേഞ്ച് എന്ന് പറയുന്ന ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലിമെന്റ്സിന്റെ സെറ്റുമാണ്. അപ്പൊ നമുക്ക് ആറിന് എങ്ങനെ റോസ്റ്റർ ഫോം, നമുക്ക് ആ റിലേഷനെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് റോസ്റ്റർ ഫോം ഓർ ടാബിൾ ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. പിന്നെ ഒരു ഇതുണ്ട്, ഗ്രാഫിക് പിക്ചോറൽ റെപ്രസെന്റേഷൻ, ആരോ ഡയഗ്രാം. ഇങ്ങനെ 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ്, നിങ്ങൾക്ക് അറിയാവുന്ന എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്, സെറ്റ് എലമെന്റ്സിനെ കോമ ആയിട്ട് പതിരിച്ച്. ഇവിടുത്തെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഓർഡേഡ് പെയർസ് റിലേഷൻ അല്ലേ. അപ്പൊ ഞാൻ ഈ ഇത്രയും ഭാഗം റോസ്റ്റർ ഫോം എഴുതാനും അതിന്റെ റേഞ്ചും ഡൊമൈൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുത്തെ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുന്നത് 3x minus y equals 0. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 3x equal to y or y is equal to 3x എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എക്സിന്
എയിലെ എലമെന്റ്സ് ആണ് എക്സ്. റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് റിലേഷൻ ഈസ് ഫ്രം സെറ്റ് എ ടു ദ സെറ്റ് എ ഇറ്റ്സെൽഫ്. അതായിരിക്കും. അപ്പൊ എക്സിന് 1 കൊടുത്താൽ y എന്തായിരിക്കും? 3x. 3 × 1 3 ആയിരിക്കും അല്ലേ? അപ്പൊ 1 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ട് ഈ റിലേഷനിൽ. പിന്നെ എക്സിന് 2 കൊടുത്താൽ y എന്തായിരിക്കും? 3x മീൻസ് 3 × 2 6. അപ്പൊ 2 6 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടായിരിക്കും അല്ലെ? എക്സിന് 3 കൊടുത്താൽ y എത്രയായിരിക്കും? 3 × 3 9. അപ്പൊ 3 9 എന്ന് പറയുന്ന ഒരു എലമെന്റ്, ദാറ്റ് ഈസ് അൻ ഓർഡേർഡ് പെയർ അല്ലെ? ഓർഡേർഡ് പെയർസ്. എക്സിന് 4 കൊടുക്കുമ്പോൾ y 4 × 3 or 3 × 4 12 ആവും. 4 12. ഇപ്പൊ ക്ലിയർ ആയില്ല? 0 1 2 3 വാല്യൂസ് കൊടുക്കുന്നു. ഇനി 5 കൊടുക്കാം. x is equal to 5. അപ്പോൾ y എന്തായിരിക്കും? y 3 × 5 15. x equal to 6. y is equal to 6 × 3 18. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ ഈ രണ്ട് ഇവിടെ 14 വരെ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ y എന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്കുള്ളതാണ്. അപ്പോൾ എയിലെ എലമെന്റ്സ് അപ് ടു 14 വരെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് എലമെന്റ്സ് എഴുതാൻ പറ്റത്തില്ല. ഈ സെറ്റിൽ വരുന്ന എലമെന്റ്സ് അല്ല. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന ഓർഡേർഡ് പെയർ റിലേഷൻ എന്ന് പറയുന്ന R is equal to സെറ്റ് ഓർഡേർഡ് പെയർ 1 3 2 6 3 9 4 12. ക്ലോസ് ചെയ്യുക. ഇത്ര എലമെന്റ്സേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഈ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് അനുസരിച്ചുള്ള റിലേഷനിലെ എലമെന്റ്സിന്റെ അല്ലെ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ്. ഇനി ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേഷനിലെ ഓർഡേർഡ് പെയർസിന്റെ ഉള്ള ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? 1 2 3 4. സെറ്റ് 1 2 3 4. Then sorry range അല്ല, domain is the set of all first elements. domain 1 എന്ന് പറയുന്നത് 1 2 3 4. ഇനി range എന്ന് പറയുന്നത് set of all second elements in the relation. 3 6 9 12. 3 6 9 12. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ റിലേഷൻ അനുസരിച്ചുള്ള ആ റിലേഷനിലെ എലമെന്റ്സും ഡൊമൈനും റേഞ്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആൻസർ നമുക്ക് ഇവിടെ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 6 ആൻഡ് R be a relation on A defined by R is equal to set ordered pair AB such that AB belongs to A and B is exactly divisible by A. Question A is write R in roster form. B find the domain and range. എന്ന് പറഞ്ഞപ്പോൾ ഈ domain and range roster form എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നിങ്ങളുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് നേരത്തെ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. 6ഉം 8ഉം മാർക്സ് കേട്ടോ. അപ്പൊ പഠിച്ചിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എ ബി സച്ച് ദാറ്റ് ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ഇവിടെ റിലേഷൻ ഫ്രം എ ടു എ തന്നെയാണ്. ഡിഫൈൻഡ് ഓൺ എ മീൻസ് വാട്ട്? റിലേഷൻ ആർ ഈസ് ഫ്രം എ ടു എ ഇറ്റ്സെൽഫ്. എയിലെ എലിമെന്റ്സ് 1 2 3 4 6. അപ്പോൾ നമുക്ക് എങ്ങനെ എ ഈസ് ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ എന്ന് പറയുമ്പം നമുക്ക് എ എന്ന് പറയുന്ന എലമെന്റ് 1 എടുത്താല് ബി എന്ന് പറയുന്നത് 1 എടുക്കാം. 1 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. അപ്പൊ നമുക്ക് ബാക്കി ഫസ്റ്റ് എലമെന്റ് 1 വന്നാൽ അപ്പൊ നമുക്ക് ആറിലെ എലമെന്റ്സ് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓർഡേർഡ് പെയർ 1 1. പിന്നെന്താ 1 2 2. ഓൾ എലമെന്റ്സ് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. അപ്പൊ നമുക്ക് 1 3 1 4 1 6 എന്നെഴുതാൻ പറ്റും. ഇനി എക്സ് നമ്മൾ ആദ്യത്തെ എലമെന്റ് 2 എടുത്താൽ
2 is exactly divisible by 2. അപ്പോൾ നമുക്ക് 2 എഴുതാം. Then ഇവിടെ നോക്കിയേ 3 cannot exactly divisible by 2. അപ്പോൾ നമുക്ക് അടുത്ത എലമെന്റ് 2 4 is exactly divisible by 2. 6 is exactly divisible by 2. ഇനി അടുത്ത എലമെന്റ് 3 എടുക്കുവാണെങ്കിൽ 3 is exactly divisible by 2 by 3. ഇനി 4 എടുക്കാൻ പറ്റത്തില്ല, 3 6. പിന്നെ 4 ഫസ്റ്റ് എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എലമെന്റ് 4 മാത്രമേ ഉള്ളൂ. ഇനി 6 എടുത്താൽ 6 is exactly divisible by 6. അപ്പോൾ ഇത്ര എലമെന്റ്സ് ആണ് ആറിൽ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്ന എലമെന്റ്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സാക്ട്ലി divisible by a എന്നായിരുന്നു ഇവിടെ. അതനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇതിനെ എക്സാക്ട് divisible ആയിരിക്കണം എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ നമുക്ക് ഡൊമൈൻ ആൻഡ് റേഞ്ച് ബി പാർട്ട് ഈസ് ഇത് എ പാർട്ട് ആയിരുന്നു. ഡൊമൈൻ, what is the domain? Set of all first elements. ഇവിടെ 1 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 മാത്രം എഴുതിയാൽ മതി, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 2 അതുപോലെ 2 പ്രാവശ്യം 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 4 6. Then range, സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. വീണ്ടും 2 റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം സെറ്റ് 1 2 3 4 6 തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഡൊമൈനും റേഞ്ചുമായിട്ട് വന്നിരിക്കും. ക്ലിയർ ആയല്ലോ? തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, റൈറ്റ് സൈഡ്. 3. Question number 3. The Cartesian product P cross P has 9 elements, among which are found minus ordered pair minus A0 and ordered pair 0A. A relation from P to P is defined by R is equal to such ordered pair XY such that X plus Y equals 0. Question A is find P. That means find the set P. B. Depict the relation in arrow diagram. C. Write down the domain and range of R. D. How many relations are possible from P to P? Question ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് P ക്രോസ് P യിലെ 9 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. P യിൽ നിന്ന് P യിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അതില് 2 എലമെന്റ്സ് തന്നിട്ടുണ്ടോ? മൈനസ് എയും 0യും. മൈനസ് എ 0 ആൻഡ് 0A. ഇവിടെ 2 എലമെന്റ്സ് തന്നിട്ടുണ്ട് P ക്രോസ് P യില്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യം P എന്താണ്. ഫസ്റ്റ് പാർട്ട് ഈസ് P. വി ഹാവ് ടു ഫൈൻഡ് ദ എലമെന്റ്സ് ഓഫ് P. അപ്പൊ നോക്കിയേ, മൈനസ് എ 0 ഇവിടെ ഉണ്ട്. P നമ്പർ 2 എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ്സും സെയിം എലമെന്റ്സ് ആയിരിക്കുമല്ലോ. മൈനസ് എ 0A ഇതായിരിക്കും P യിലെ എലമെന്റ്സ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് P ക്രോസ് P യിലെ 9 എലമെന്റ്സ് ഉണ്ടെന്ന്. അപ്പം P യിൽ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ P യിൽ നിന്ന് P യിലാക്കുമ്പോൾ 9 എലമെന്റ്സ് 3 × 3 എലമെന്റ്സ് ആയിരിക്കുമല്ലോ ക്രോസ് P യിൽ വരുന്നത്. അപ്പം P ക്രോസ് P യിൽ വരുന്ന 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പം P എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. B എന്ന് പറയുന്നത് ഇവിടെ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ഫ്രം P to P is defined by R is equal to XY such that X plus Y is equal to XY such that X plus Y equals 0. P നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Depict the relation in arrow diagram. അപ്പൊ നമ്മള് P യിൽ നിന്ന് P യിലേക്കുള്ള ക്രോസ് പ്രോഡക്റ്റ് എഴുതുവാണെങ്കിൽ P ക്രോസ് P മൈനസ് എ 0 മൈനസ് എ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് എഴുതി വെച്ചാൽ എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാൻ. പിന്നെ 0 മൈനസ് എ 0 എ. അതുപോലെ എ മൈനസ് എ 0 എ. ഇത്ര എലമെന്റ്സ് ആണ് P ക്രോസ് P യിലുള്ളത്. ഇവിടെ
ഇവിടുത്തെ റിലേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 0 എന്ന് പറയുമ്പോൾ പി ക്രോസ് പിയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ബി പാർട്ട് എന്ന് പറയുന്നത് ആറിലെ എലമെന്റ്സ് നമുക്ക് എഴുതണം. രണ്ട് ഓർഡർ പേരിലെ രണ്ട് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ഇടണം. മൈനസ് എ പ്ലസ് മൈനസ് എ നോട്ട് ഈക്വൽ 0, മൈനസ് എ പ്ലസ് 0 നോട്ട് ഈക്വൽ 0, മൈനസ് എ പ്ലസ് എ ഇസ് 0. അപ്പൊ ആ എലമെന്റ് വരും മൈനസ് എ. അതുപോലെ നമ്മൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 ഇടുന്ന എലമെന്റ്സ് ഇതില്ല. 0 പ്ലസ് എ ഇല്ല. 0 0 0 0 0 പ്ലസ് 0 0 itself ഇതില്ല. എ പ്ലസ് മൈനസ് എ. അപ്പൊ ഇവിടെ നമുക്ക് ഡൗട്ട് വരാം, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി മൈനസ് എ 0 എന്ന് അല്ലേ. അത് ഓർഡർ വ്യത്യാസമുണ്ട്. മൈനസ് എ നോട്ട് ഈക്വൽ ടു എ മൈനസ് എ. രണ്ട് ഓർഡർ പെയർ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ് ആർ ഈക്വൽ ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ആൾസോ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് ഇത്ര എലമെന്റ്സേ ഉള്ളൂ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷനിൽ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് അനുസരിച്ച്. അപ്പൊ ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാനല്ല ക്വസ്റ്റ്യൻ. എന്താണ് നമുക്ക് ആരോ ഡയഗ്രം. അപ്പൊ ഇതിന്റെ ആൻസർ ആരോ ഡയഗ്രം. ബി എന്ന് പറയുന്ന ആൻസർ നമുക്ക് ആരോ ഡയഗ്രത്തിലാണ്. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയത്. ഇത് എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റും. പിയിലെ എലമെന്റ്സ് മൈനസ് എ 0 എ മൈനസ് എ 0 എ ആണല്ലോ. അപ്പൊ മൈനസ് എ ടു എ, മൈനസ് എയിൽ നിന്ന് എയിലേക്ക് ആരോ വരയ്ക്കുക. 0 0 എ മൈനസ് എ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെക്കൻഡ് ആൻസർ. Depict the relation arrow diagram. Third one is write down the domain and range. Domain ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് ഇതിലെല്ലാം വന്നിട്ടുണ്ടല്ലോ. സെറ്റ് മൈനസ് എ 0 എ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അല്ലെ ഇവിടെ നോക്കിയാൽ മതിയല്ലോ. എ 0 മൈനസ് എ രണ്ടും ഒന്ന് തന്നെയാണ്. പിയിൽ നിന്ന് ബി അത് തന്നെയാണ് വരുന്നത്. അപ്പം സി പാർട്ട് ഈസ് ഓവർ. ഡി, ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം പി ടു പി. പിയിൽ നിന്ന് പിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാം. ഇപ്പൊ പിയില് 3 എലമെന്റ്സ് ആണ്. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് പറഞ്ഞാൽ 2 raised to 3 times 3 എന്നാണ്. ജനറലി a set having m elements and b is a set having n elements. Total number of relations from a to b is 2 raised to mn എന്നാണല്ലോ. ഇവിടെ 2 raised to 3 times 3 that is 2 raised to 9. 500 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 2 into 2 into 9 times multiply. അപ്പൊ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പൊ അതോ അപ്പൊ നിങ്ങൾ ഇതുപോലെ നോക്കിയാല് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. നമുക്ക് ഡൊമൈൻ, റേഞ്ച്, റോസ്റ്റർ ഫോം, ആർഡർ ഡയഗ്രം എല്ലാം റിപ്പീറ്റ് ചെയ്യുക. ചിലപ്പോൾ റിലേഷൻ ഇത്ര വ്യത്യാസം വരത്തുള്ളൂ. അപ്പൊ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ A+ സ്കോർ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ, let A is equal to set 1 2, B is equal to set 3 4. Choose the number of relations from A to B. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പിയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാം. ഇവിടെ എയിൽ 2 എലമെന്റ്സ്, ബിയിലും 2 എലമെന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് 2 raised to 2 times 2 എന്നാണല്ലോ. 2 raised to 4 that is 16. A part is over. Then B, determine the domain and range of the relation R. ഞങ്ങളോട്ട് എഴുതാം R x x cube such that x is a prime less than 15 ആണ്. x x cube എന്നുള്ള റിലേഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ x എന്ന് പറയുന്ന xന്റെ വാല്യൂസ് എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ലെസ് ദാൻ 15, 2 3 5 7 11 13. ഇത്രയും പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. 15നേക്കാൾ കുറവാണ്. അപ്പൊ നമ്മള് ബി എന്ന് പറയുന്ന ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഇത്രയാണ് 13. അപ്പൊ ഇതാണ് ഡൊമൈൻ അല്ലേ. നിർബന്ധമൊന്നുമില്ല. ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സിന്റെ വാല്യൂസ് ഫസ്റ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് സെറ്റ് 2 3 5 7 11 13 എന്ന് പറയുന്നതാണ് ഡൊമൈൻ. ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ ഇവിടെ എന്താണ്? എക്സിന്റെ വാല്യൂ അതിന്റെ ക്യൂബ് എടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? റേഞ്ച് ഓർഡർഡ് പെയർ എക്സ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 വന്നാൽ 2 ക്യൂബാണ്. 2 ക്യൂബ് ഈസ് 8. അപ്പൊ നമുക്ക് റേഞ്ചിൽ എഴുതുന്ന എലമെന്റ് ഒരു എലമെന്റ് 8 ആണ്. 3 വന്നാൽ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 5 വന്നാൽ 5 ക്യൂബ് 125. അപ്പൊ എല്ലാ ക്യൂബ്സിന്റെ ഇവിടുത്തെ ക്യൂബ് 7 ക്യൂബ്
343, 11 ക്യൂബ് 1331, 13 ക്യൂബ് 219. നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. ഇതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. Fifth question, let A is equal to set 1, 2, 3, B is equal to set AB, B two sets. Write the universal relation. ഇതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. Write the universal relation from A to B. B. Write the number of non-empty relation from A to B. ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് പറഞ്ഞാൽ സെല്ലിലെ എലമെന്റ്സ് 1, 2, 3. ബി എന്ന് പറഞ്ഞാൽ എ ബി. റൈറ്റ് ദ യൂണിവേഴ്സൽ റിലേഷൻ ഫ്രം എ ടു ബി. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ? അപ്പൊ എത്ര റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാം? യൂണിവേഴ്സൽ റിലേഷൻസ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്, അതായത് എ ക്രോസ് ബി തന്നെ. നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ് അല്ലേ? പിന്നെ ബാക്കി വരുന്ന സ്മോൾ സെറ്റ്സ് എല്ലാം. അപ്പം യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി, എയിൽ നിന്ന് ബിയിലേക്കാണ്, എ ക്രോസ് ബി തന്നെയാണ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി തന്നെയാണ്. അപ്പൊ നമുക്ക് എ ക്രോസ് ബിയിലെ എലമെന്റ്സ് എഴുതാം. എയിൽ നിന്ന് 1A, 1B, 2A, 2B, 3A, 3B. ഇത്ര എലമെന്റ്. ഇതാണ് യൂണിവേഴ്സൽ റിലേഷൻ എ ക്രോസ് ബി. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് R ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. R ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇറ്റ്സെൽഫ് ഈസ് ദ യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ പാർട്ട് കഴിഞ്ഞു. ബി എന്ന് പറയുന്നത് റൈറ്റ് ദ നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് ഫ്രം എ ടു ബി. എത്ര റിലേഷൻസ് ഉണ്ടാക്കാം നമുക്ക്? ഇവിടെ എയിൽ 3 എലമെന്റ്സും ബിയിൽ 2 എലമെന്റ്സും ഉണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 2 raised to 3 times 2, that is 2 raised to 5 ആണ് അല്ലേ? 2 raised to 5 is how much? Sorry, 2 raised to 6. 3 times 2 ആണ്. 3 plus 12, 3 times 2 raised to 6. ഇപ്പൊ 2 into 2 into 2 into 2 64 റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇതില് നോൺ എംപ്റ്റി ആയിട്ട് വരുന്ന എത്ര റിലേഷൻസ് ഉണ്ട്? എത്ര വരാം? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. സബ്സെറ്റ് എഴുതുമ്പോൾ നമുക്ക് നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ് അല്ലേ? അപ്പൊ നൾ സെറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. അപ്പൊ ആ എംപ്റ്റി സെറ്റ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയെല്ലാം നോൺ എംപ്റ്റി സെറ്റ്സ് ആണ് അല്ലേ? അപ്പൊ എത്ര വരും? അപ്പൊ ഇതിൽ നിന്ന് 1 കുറച്ചാൽ അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് എന്ന്, അല്ലെങ്കിൽ നോൺ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് 64 - 1 63 ആയിരിക്കും. അപ്പൊ അത് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, one more question. Let A is equal to set 1, 2, 3, 4, 5. And R is a relation defined by R is equal to set ordered pair AB such that B is equal to A square. Write R in roster form. A. R in roster form. B. Find the range. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ R എന്ന് പറഞ്ഞാൽ B is equal to A square വരണം. അപ്പം A1 എടുത്താല് B എന്തായിരിക്കണം? A square ആയിരിക്കണം. അപ്പൊ 1 square 1 തന്നെ കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് 1 1 എന്ന് പറഞ്ഞ ഒരു ഓർഡർ പേര് എടുക്കാൻ പറ്റും. 6
റോസ്റ്റർ ഫോമിലാണ് എഴുതട്ടെ. ആർ ഈസ് ഈക്വൽ ടു ഇപ്പൊ 1 1 എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട്. ഇനി എ 2 എടുത്തു, ബി എന്തായിരിക്കണം? 2 സ്ക്വയർ ആയിരിക്കണം. ബി ഈസ് 2 സ്ക്വയർ. 4 എടുക്കാൻ പറ്റുമോ? A2 എയിലേക്ക് തന്നെയാണല്ലോ, റിലേഷൻ ഫ്രം ഓൺ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എയിലേക്ക്, അപ്പൊ 2 4 3 എടുത്തു. എ ഈസ് ഈക്വൽ 3 എടുത്തു. ബി എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ വരണം അല്ലേ? 3 സ്ക്വയർ ഈസ് 9. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 4 എടുത്താലും 4 സ്ക്വയർ ഇവിടെ ഇല്ല. 5 എടുത്താൽ 5 സ്ക്വയർ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഏത് എലമെന്റ്സേ വരാൻ പറ്റുള്ളൂ? ഈ 2 എലമെന്റ്സ് മാത്രമേ ഈ റിലേഷനിൽ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഈ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബി ഈക്വൽ എ സ്ക്വയർ എന്ന റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 എലമെന്റ്സേ ഉള്ളൂ. ഇനി ബി പാർട്ട് ഈസ് ഫൈൻഡ് ദ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് all second elements in the relation 1 4 ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ മോഡലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ അടുത്ത ക്ലാസ്സിന്റെ ബാക്കി ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും A+ സ്കോർ ചെയ്യും. ഒരു പ്രയാസവും ഇല്ല. കാരണം എല്ലാ ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം വളരെ അടുത്ത 10-20 ദിവസത്തിനകം ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.